praise the name of Jesus this morning. ഈ രാവിലെ സമയം നിങ്ങൾ എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. What a glorious Sunday morning to praise the name of Jesus, King of Kings and Lord of Lords, and we tangibly experience His presence. ഇന്ന് രാവിലെ കർത്താവും രാജാതി രാജാവുമായ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവ സാന്നിധ്യം ആഴമായി അനുഭവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് നൽകിയ അനുഗ്രഹീതമായ പദവിക്കായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. I bring greetings to all the children, parents, grandparents, brothers, sisters, friends who have joined us this morning. Greetings to one and all in Jesus' name. എല്ലാ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കൾക്കും യേശു കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. I really want to thank you for your warm welcome and the kind words Pastor K. John said and introduced. എനിക്ക് നൽകിയ നിസ്വാർത്ഥമായ സ്വാഗതത്തിനായിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. I thoroughly enjoyed the last 2 days being with you. കഴിഞ്ഞ 2 ദിവസം നിങ്ങളോട് ഒരുമിച്ചായിരിക്കുവാൻ ഇടയായതിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരുന്നു. I had the rare privilege of being with your children. നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. More than I could contribute anything, I was so ministered and blessed by your children and your hospitality. ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്യുന്നതിനേക്കാൾ ഉപരിയായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. അവിടെ ആതിഥേയത്വം എനിക്ക് സന്തോഷമായിരുന്നു. Isn't it amazing when you see children, when you experience children give their heart to Jesus and say that we love Jesus and I want to give my life to Him? നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ, അവിടെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നറിയുന്നതിൽ മാതാപിതാക്കളായ നാം അതിയായി സന്തോഷിക്കുന്നു. As Apostle John says, nothing gives me more joy than to see our children walk in truth. അതേ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ അധികമായ ഒരു സന്തോഷമില്ല എന്ന് താൻ പറയുന്നു. Also want to say hi, hello and greetings to friends who have from UAE, Ahmedabad, Kuwait, Pune. Oh man, you have no idea how joyful my heart is to see you after many years. അനേക വർഷങ്ങൾക്ക് ശേഷമായിട്ട് അഹമ്മദാബാദ്, UAE, സൗദി, കുവൈറ്റ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള നിങ്ങളെ ഒരുമിച്ച് കാണുവാനിടയായതിൽ സന്തോഷിക്കുന്നു. And some friends who have come from other churches this morning, it's very kind of you to join together to praise Jesus this morning. മറ്റ് സഭകളിൽ നിന്ന് വന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇന്ന് പകൽ ഇവിടെ വന്നതിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ. Morning we had a wonderful time of worship. I want to thank the worship team for being sensitive to the voice of the Holy Spirit in ministering to us, quickening our hearts to praise Jesus. കർത്താവിനെ ഇന്ന് പാട്ടുകളിലൂടെ ആരാധിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അനുഗ്രഹീതമായ കൊയർ നമുക്ക് നമ്മളെ പാട്ടുകളിൽ സഹായിപ്പാനിടയായി തീർന്നു. അവർക്ക് ലഭിച്ച അഭിഷേകത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. As I was worshiping together with you, my mind was thinking how wonderful this is. This is like fireworks where we keep saying, wow, that's beautiful. വലിയ സ്ഫോടനാത്മകമായ ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. നമ്മൾ ചിലപ്പോൾ അത്ഭുതങ്ങളെ നോക്കി വാവ് എന്ന് പറയുന്ന പോലെ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ആഴങ്ങൾ എനിക്ക് അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചു. Recently Canada celebrated the Canada Day on July 1st. ജൂലൈ 1 കാനഡ ഡേ സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി. Many of you might have seen these fireworks. അവിടെ നിങ്ങൾക്ക് പടക്കങ്ങളും ഒക്കെ കേൾക്കുവാനിടയായി തീർന്നു. But those fireworks will stay only for 15 seconds or 20 seconds. പടക്കത്തിന്റെ ശബ്ദങ്ങളൊക്കെ ചില നിമിഷങ്ങളെ നിലനിൽക്കുകയുള്ളൂ. And you look at these fireworks and it's beautiful. ഈ പടക്കങ്ങളൊക്കെ പൊട്ടുന്നത് കാണുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു. Eternity is going to be non-stop fireworks. അതെ, ഒരിക്കലും അവസാനിക്കാത്തതായ ഒന്നായിട്ട് ഇങ്ങനെ തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. We would keep saying, this is wow, this is beautiful. People from every tribe, every language, every tongue come together, worship Jesus. എന്നാൽ മറ്റൊരു ആനന്ദകരമായ സമയമുണ്ട്. അതേ, ആകാശത്തിൽ വിരിയുന്ന ദൈവ സാന്നിധ്യം. അവിടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. And that's a beautiful picture. അത് മനോഹരമായ ഒരു ചിത്രമാണ്. We see that in Revelation chapter 7 verse 9. അതെ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് വായിക്കുന്നു. People from every tribe come together. അതെ, അവിടെ നാം വായിക്കുന്നത് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ കടന്നു വരും. But that very passage, and they're singing, salvation belongs to our God. അവിടെ വന്നിരിക്കുന്ന ഈ ആളുകൾ മുഴുവൻ പാടുന്നത് രക്ഷ ദൈവത്തിനാകുന്നു. But that passage also arrests me
and shocks me and burdens my heart. എന്നാൽ ആ വേദഭാഗം എൻ്റെ ഹൃദയത്തിന് ഭാരം നൽകുന്നുണ്ട്, വേദന നൽകുന്നുണ്ട്. Because that song cannot be sung yet, because over 42% of the world's population can sing. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലെ ജനങ്ങളുടെ 42% ആളുകൾക്കും ആ പാട്ട് പാടുവാൻ കഴിയുന്നില്ല. Because they still have not heard the name of Jesus. എന്തുകൊണ്ടെന്നാൽ ഇത്രയും ആളുകൾ ലോകത്തിലെ യേശുവിന്റെ പേര് കേട്ടിട്ടില്ല. Not because they heard Jesus and rejected him, they never had the opportunity to know that Jesus actually died for them. അത് യേശു കർത്താവിനെ കേട്ടതിന് ശേഷം തിരസ്കരിച്ചു എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. യേശു കർത്താവ് അവർക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഒരു പ്രാവശ്യം പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ്. Currently more than 3.23 billion, that's 42% of the world's population, have no access to Jesus. അത് 3.1 billion people, 42% ആളുകൾ ലോക ജനസംഖ്യയിൽ യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ആളുകളാണ്. This morning I'm going to share my heart with you. ഞാൻ ഇന്ന് പകൽ എൻ്റെ ഹൃദയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. You have a wonderful man of God and it is God's gift to you. നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ദൈവദാസനുണ്ട്. And I'm not saying this for any other reason but to just affirm and acknowledge that it is God's grace upon our church. നമ്മുടെ സഭയിലുള്ള ദൈവത്തിന്റെ കൃപ ഊന്നി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ അപ്രകാരം പറഞ്ഞത്. And as a family we've been thoroughly blessed by his ministry when we were in Sharjah. ഷാർജയിലായിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബം അദ്ദേഹത്തിന്റെ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. And even today the partnership that we had and him investing into the next generation, we are still in touch with people in Australia and different parts of the world planting churches. I'm talking about teenagers who are under his ministry in Sharjah. പല പല രാജ്യങ്ങളുമായ ആളുകളുമായിട്ട് ഞാൻ ഇപ്പോഴും സംവാദിക്കുന്നുണ്ട്, എനിക്ക് ബന്ധമുണ്ട്. അവരൊക്കെ ആ സമയത്ത് ഷാർജ സഭയിലെ ശുശ്രൂഷയില് സഭയിൽ ഉണ്ടായിരുന്നവരാണ്. And I believe that his leadership and his ministry here would raise up an army who would touch the nations. അത് ഈ രാജ്യത്തെ തൊടുവാനുള്ള ഒരു സൈന്യത്തെ ഈ സഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So this morning what I'm going to share with you is very close to my heart. This is something that I am deeply involved right now. അതെ, ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. So if you feel agitated, if you feel disturbed or burdened in your heart, that's perfectly okay. നിങ്ങൾ എൻ്റെ സന്ദേശം കൊണ്ട് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സന്തോഷമാണ്. Because it is my prayer that each one of us will be all in on mission with Jesus. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ പ്രേക്ഷിത വൃത്തിയിൽ എല്ലാവരും ആയിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. As Pastor mentioned, I serve with the Christian and Missionary Alliance in Canada. കാനഡയിലുള്ള മിഷണറി അലയൻസുമായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. I'm not pastoring a local church. ഞാൻ ഒരു പ്രാദേശിക സഭയുടെ പാസ്റ്റർ അല്ല. I serve along with the leadership in the denomination, mobilizing missions both in Canada and around the world. അത് പ്രേക്ഷിത വൃത്തിക്ക് മിഷന് വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. I closely work with around 200 missionaries who are serving in difficult and the hardest places in the world. ഈ ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ, കഠിനമെന്ന് നമ്മൾ പറയുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 200-ൽ പരം മിഷണറിമാരുമായിട്ട് ഞാൻ സംവാദിച്ചുകൊണ്ടിരിക്കുന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. And Alliance Canada has presence of their missionaries in 33 countries, out of which 16 are close countries to the gospel. 33 രാജ്യങ്ങളിൽ അങ്ങനെയുള്ള പ്രവർത്തകരുണ്ട്. അതിൽ 16 പേര് in a closed access countries. അതെ, നമുക്ക് പ്രവേശിക്കുവാനോ പോകുവാനോ സാധ്യതയുള്ള രാജ്യങ്ങളിലെ പ്രവർത്തകരാണ്. And 13 are the most dangerous 50 countries in the world to be a Christian. അതെ, ലോകത്തിലുള്ള 50 രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾ ആയിരിക്കുക എന്നുള്ളത് വളരെ അപകടകരമാണ്. അങ്ങനെയുള്ള 13 സ്ഥലങ്ങളിൽ മിഷണറിമാർ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ. And God is using these men and women who are like each one of us. നമ്മെ പോലെയുള്ള ദൈവ മനുഷ്യരെ ഈ രാജ്യങ്ങളൊക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. But with the Spirit's anointing and His strength,
He's doing some unbelievable things in transforming lives. അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് അവിശ്വസനീയമെന്ന് പറയത്തക്ക വിധത്തിലാണ് ദൈവം കാര്യങ്ങളെ ഈ രാജ്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. We just heard about living a victorious Christian life. നമ്മളിപ്പോൾ കേട്ടു വിജയകരമായ ഒരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ച്. Christian life is not hard. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദുരിതപൂർണമല്ല. It is impossible. ഇത് അസാധ്യമല്ല. It is impossible. ഇത് അസാധ്യമാണ്. With our strength. നമ്മുടേതായ കഴിവ് കൊണ്ട് അസാധ്യമാണ്. It is not hard, it is impossible. അത് പ്രയാസകരമാണെന്നല്ല, അത് അസാധ്യമായ കാര്യമാണ്. That is why we need to stay connected to Jesus so that we can be victorious. അതുകൊണ്ടാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലായ്പ്പോഴും നാം ആയിരിക്കണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ മാത്രമാണ് നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. There is only one reason why a Christian exists on the face of the earth. ഈ ലോകത്തിലെ ഒരു ക്രിസ്ത്യാനി ജീവിക്കുക എന്നുള്ളത് ഒറ്റ കാരണത്തിനു വേണ്ടിയാണ്. It is to fulfill the great commission that God has given to us. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മഹാദൗത്യത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. Everything else that we do on earth as Christians can be done bigger and greater in heaven. അത് മറ്റ് കാര്യങ്ങളെല്ലാം നാം ക്രിസ്ത്യാനികളായിരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതലായിട്ട് സ്വർഗത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. As Christians, two things we cannot do in heaven. അത് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളതിൽ രണ്ട് കാര്യങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. You cannot tell anybody about Jesus because അവിടെ നിങ്ങൾക്ക് ആർക്കും യേശുവിനെ കുറിച്ച് മറ്റൊരാളോട് പറയുവാൻ കഴിയുന്നതല്ല. You cannot serve the hungry, poor and the downtrodden. അവിടെ നിങ്ങൾക്ക് അശരണരായിരിക്കുന്ന പാവപ്പെട്ടവരായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ കഴിയുന്നതല്ല. Because Bible makes it clear there is no tears, no pain, no hunger in heaven. എന്തുകൊണ്ടെന്നാൽ വേദപുസ്തകം പറയുന്നു സ്വർഗത്തിൽ കണ്ണുനീരില്ല, വിശപ്പില്ല, ദാഹമില്ല എന്ന് പറയുന്നു. Men and women across the world are standing strong for the name of Jesus and thousands are coming together. അതേ ലോകത്തിലുള്ള പല ഭാഗങ്ങൾ ക്രിസ്തീയ വിശ്വാസികൾ ധൈര്യത്തോടുകൂടെ യേശു കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അത് നിമിത്തമായി യേശുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. We may not sense that so much here in Canada because everything is on a downward trend. എന്തുകൊണ്ട് കാനഡ നാം ആയിരിക്കുമ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് കഴിയുകയില്ല. കാരണം അങ്ങനെയുള്ള പ്രവൃത്തിയല്ല ഇവിടെ നടക്കുന്നത്. 34% of Canadian population are nuns and the duns. They don't believe in God. They have no religious affiliation. കാനഡയിലുള്ള 33% ആളുകൾ ഒന്നുകിൽ ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരാണ്, അല്ലെങ്കിൽ they grew up in a Christian home but no faith today. ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചവരാണ്, പക്ഷെ അവർക്ക് വിശ്വാസമില്ല. But in the last 100 years, God is moving mightily across the globe. എന്നാൽ കഴിഞ്ഞ 100 വർഷമായിട്ട് ഭൂലോകത്തിന്റെ പല ഭാഗങ്ങളിലും കർത്താവിന്റെ വലിയ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. In the last 100 years, we are witnessing Christian mission like never before in the history of the church. അത് സഭാ ചരിത്രത്തിലെ ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിലുള്ള ദൈവിക പ്രവൃത്തിയാണ് കഴിഞ്ഞ 100 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 100 years ago, there were only 600 million Christians, but today there are 2.4 billion Christians in the world. 100 വർഷങ്ങൾക്ക് മുമ്പ് 600 മില്യൺ ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 2.6 ബില്യൺ ക്രിസ്ത്യാനികളുണ്ട്. 100 years ago, 2/3 were white Christians. 100 വർഷത്തിന് മുമ്പ് 3.2% ആളുകൾ വെള്ളക്കാരായ ക്രിസ്ത്യാനികളായിരുന്നു. But today only 25%. എന്നാൽ ഇന്ന് 25% ഉള്ളൂ. But we know about Africa. I remember growing up as a child, we used to pray for Africa. Today, sub-Saharan Africa is a light and not anymore a dark continent. ഇപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആഫ്രിക്ക ഇന്ന് ഇരുണ്ട യുഗമല്ല, ദൈവത്തിന് പ്രകാശമയക്കുന്ന ഒരു സ്ഥലമാണ്. 9 million brothers and sisters 100 years ago in Africa, but today there are 700 million. 9 മില്യൺ ആളുകളായിരുന്നു 100 വർഷത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 700 മില്യൺ വിശ്വാസികൾ അവിടെയുണ്ട്. 1 out of 4 Christians in the world is an African. 4-ൽ 1 ആഫ്രിക്കയിൽ നിന്നുള്ള വിശ്വാസിയാണ്.
100 years ago, only 20 million in Asia. Today, 400 million. ഈ 100 വർഷത്തിന് മുമ്പ് 20 മില്യൺ വിശ്വാസികളായിരുന്നു ഏഷ്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 400 മില്യൺ വിശ്വാസികളുണ്ട്. And gospel work and mission work is sweeping across Latin America. Hundreds and thousands are coming to Jesus. ലാറ്റിൻ അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകൾ കർത്താവിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 77% of global Christians today live in the global south. ആ ഗ്ലോബൽ സൗത്തിലാണ് ഏതാണ്ട് 77% ക്രിസ്ത്യാനികളും താമസിച്ചു കൊണ്ടിരിക്കുന്നത്. Global south includes China, India, Africa, and those countries below the equator. അത് ഈ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ് ഗ്ലോബൽ സൗത്തിനകത്ത് കടന്നു വരുന്നത്. These are super encouraging news. ഇത് നമുക്കെല്ലാം ഇപ്പോഴും പ്രോത്സാഹനം നൽകുന്നതായ വാർത്തയാണ്. So even when you feel depressed and distressed here in Canada, we need to know God is on a move. നമ്മൾ ഈ കാനഡയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നിരാശയും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം രാജ്യങ്ങളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. However, the needs are still enormous. എന്നാൽ ഇപ്പോഴും ആവശ്യങ്ങൾ വളരെ വലുതാണ്. Thousands do not know Jesus. ആയിരക്കണക്കിന് ആളുകൾക്ക് യേശുവിനെ അറിയുകയില്ല. And God has brought you here from the Middle East, from Kerala and other parts of the world. മിഡിൽ ഈസ്റ്റിൽ നിന്നും കേരളത്തിൽ നിന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ദൈവമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. For a purpose. ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. To reignite the church here in Canada. ഈ കാനഡയിലുള്ള സഭകളെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി. To bring in the hope and love of Jesus to your colleagues, your neighbors, your friends, people whom you daily interact and connect. നിങ്ങളോടുകൂടെ പഠിക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ, ഓരോ ദിവസവും നിങ്ങളുമായിട്ട് ഇടപെടുന്ന ഈ ആളുകളിലേക്ക് ദൈവികമായ സ്നേഹം കൊണ്ടുവരേണ്ടതിന് വേണ്ടിയാണ് നിങ്ങളെ കാനഡയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. When you look at history, 1884 is a significant year for the Alliance. അതെ, 1884 എന്ന് പറയുന്ന വർഷം അലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വർഷമായിരുന്നു. 5 young men from the newly established Bible school in New York went out for a journey to Congo to reach the unreached people groups. ന്യൂയോർക്കിൽ നിന്ന് പഠിച്ചതായ ദൈവശാസ്ത്ര ബിരുദമുണ്ടായിരുന്ന ഈ 5 യുവാക്കന്മാര് കോങ്കോയിലേക്ക് ദൈവികമായ പ്രവർത്തനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് പോയി. After arriving in Congo, in 2 weeks, the team leader contracted malaria and passed away. അവർ കോങ്കോയിൽ ചെന്ന് after 2 weeks. 2 ആഴ്ചയ്ക്ക് ശേഷമായിട്ട് ഈ 5 പേരിൽ നായകത്വം വഹിച്ച ലീഡർ മലേറിയ നിമിത്തമായിട്ട് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. Except one, everybody else returned back to North America. ഒരു ആൾ ഒഴിച്ച് ബാക്കി ആളുകൾ നോർത്ത് അമേരിക്കയിൽ തിരിച്ചു വന്നു. Many thought as a major mission failure. എല്ലാവരും ചിന്തിച്ചു ഇത് വളരെ അപകടകരമായ പരാജയമായിരിക്കുന്നുവല്ലോ എന്നുള്ളത്. In spite of the setbacks and disappointments, many continued to respond to God's call and started to go to Africa. പിന്നീട് പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായിട്ടും ദൈവികമായ വിളിയെ അവർ സ്വീകരിച്ചുകൊണ്ട് ആഫ്രിക്കയിലേക്ക് പോകുവാനായിട്ട് സന്നദ്ധരായി. Within the next 8 years, 30 missionaries went to Congo. അടുത്ത 8 വർഷത്തിലുള്ള 30 മിഷണറിമാരെ കോങ്കോയിലേക്ക് പോയി. Today, in the Republic of Congo, there are thousands and thousands of brothers and sisters worship Jesus. എന്നാൽ ഇന്ന് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. That's not just the story of Congo. Today, Alliance has over 6.2 million members in more than 22,000 churches around the world. ഏതാണ്ട് 20,000 സഭകള് ലോകത്തിലെ പല ഭാഗങ്ങളിലും അലയൻസ് ചർച്ചിലുണ്ട്. And missions or global missions, both in Canada and around the world, is central to the Alliance. അതെ, പല രാജ്യങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾ അലയൻസ് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. And we often pray the national vision prayer. ഞങ്ങൾക്കൊരു നാഷണൽ വിഷൻ പ്രയർ ഉണ്ട്. Oh God, with all our hearts we long for you. കർത്താവേ, ഞങ്ങളുടെ മുഴുവൻ ഹൃദയവും അങ്ങേക്കുള്ളതാണെന്ന് ഞങ്ങൾ പറയുന്നു. Come, transform us to be Christ-centered, Spirit-empowered, and mission-focused people, multiplying disciples everywhere. കർത്താവേ, എല്ലാവരെയും ക്രിസ്തീയ വിശ്വാസികളാക്കി തീർക്കേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ, അങ്ങയുടെ ശക്തി ഞങ്ങളെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. This is not just the Alliance mission. ഇത് അലയൻസിന്റെ മിഷൻ മാത്രമല്ല. This is fundamental. This is core for every follower, every disciple of Jesus. യേശു കർത്താവിന്റെ എല്ലാ ശിഷ്യന്മാരും വഹിക്കേണ്ടുന്ന ഒരു ദൗത്യം. God's mission is not something that Bible talks about. ദൈവിക പ്രേക്ഷിത വൃത്തി എന്ന് പറയുന്നത് വേദപുസ്തകം സംസാരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. God's mission is what Bible is all about. ദൈവിക പ്രേക്ഷിത വൃത്തി എന്ന് പറയുന്നത് വേദപുസ്തകത്തെ മുഴുവനുമായി നിറഞ്ഞു നിൽക്കുന്നതാണ്. Invitation to partner with God
in his mission was even before the fall. അത് വീഴ്ചയ്ക്ക് മുമ്പ് തന്നെ, മനുഷ്യൻ പാപനിമിത്തം വീഴുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷിത വൃത്തിക്ക് വേണ്ടി ദൈവം വിളിച്ചിരുന്നു. God told Adam and Eve, be fruitful and multiply and fill the earth. അതെ, ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചതിന് ശേഷമായിട്ട് ദൈവം അവരോട് പറയുകയാണ്, ഈ ഭൂമി മുഴുവനും നിങ്ങളെ കൊണ്ട് നിറയണം. God wanted them to be his image bearers. അത് അവരുടെ ദൈവത്തിന്റെ സാദൃശ്യ പ്രകാരം ലോകത്തിലായിരിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന് അവരെ കുറിച്ചുള്ള ഇഷ്ടം. But Genesis 3, sin creeps in and the image bearers were polluted by sin. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപം കടന്നു വന്നു. ദൈവത്തിന്റെ പ്രതിമയെ, ദൈവത്തിന്റെ പ്രതിച്ഛായയെ അത് വികലമാക്കി കഴിഞ്ഞു. But God's mission continues. എന്നാൽ ദൈവത്തിന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. When we come to Genesis chapter 12, 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ God commissions and calls Abram. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. In you all the families of the world will be blessed. അങ്ങയിലൂടെ, അബ്രഹാമേ, നിന്നിലൂടെ ഈ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. And as you continue to flip through the pages of the Bible, അതേ വേദപുസ്തകത്തിലെ താളുകൾ നിങ്ങൾ മറിക്കുമ്പോൾ we realize that mission is the very heart of God. അത് ദൈവത്തിന്റെ ഹൃദയമാണ് മിഷൻ, പ്രേക്ഷിത വൃത്തി എന്നുള്ളത്. Each one of us are called to make disciples who make other disciples of Jesus. യേശു കർത്താവിന് വേണ്ടി നാം ശിഷ്യന്മാരായി തീരണം എന്നുള്ളതാണ് ദൈവം നമ്മെ ശിഷ്യന്മാരാക്കിയപ്പോൾ ഉണ്ടായിരുന്ന പദ്ധതി. But a recent study reveals എന്നാൽ അടുത്ത ഇടയിലുള്ള പഠനം പ്രകടമാക്കുന്നത് 95% of all disciples of Jesus today have never won a soul to Christ. ഇന്നുള്ള ആകമാനമായ വിശ്വാസികൾ 95% ആളുകൾ ഒരാളെ പോലും കർത്താവിലേക്ക് നയിച്ചിട്ടില്ല. 80% of the Christians do not consistently witness for Christ. 80% ആളുകൾ, വിശ്വാസികൾ, അവർ കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്നില്ല. 75% do not give towards the Great Commission cause. അതെ, 75% ആളുകൾ ഈ മഹാദൗത്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. And this one breaks my heart deeply. ഇത് എന്റെ ഹൃദയത്തെ ആഴമായി വേദനിപ്പിക്കുന്നു. This number, 86% of the Hindus, Muslims and Buddhists have never personally met a Jesus follower. അതെ, യേശു കർത്താവിന്റെ ഒരു പടയാളിയെ, ഒരു ശിഷ്യനെ ഏതാണ്ട് 80% ആളുകൾ കണ്ടിട്ടേയില്ല. Never had coffee, never shared. അവരുമായിട്ട് ഒരിക്കലും സുവിശേഷം പങ്കുവച്ചിട്ടില്ല. Oh, they know Christians. അവർക്കറിയാം നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന്. Oh, you're a Christian, but never a personal relationship. ഇവർക്കെല്ലാം നമ്മൾ ക്രിസ്ത്യാനികളാണ്, വിശ്വാസികൾ എന്നറിയാം, പക്ഷെ അവരുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം പുലർത്തിയിട്ടേയില്ല. Do they know that we are madly and crazy in love with Jesus? Do they know? നമ്മൾ കർത്താവിനെ അധികമായി സ്നേഹിക്കുന്ന ആ ശക്തന്മാരായ ആളുകളാണെന്ന് അവർക്കറിയാമോ? You know, this Sunday morning, all the passion that we just exploded in this place. അതെ, നമ്മൾ നമ്മുടെ ആരോഗ്യം മുഴുവനും, നമ്മുടെ സ്നേഹം മുഴുവനും ഇവിടെ പ്രകടമാക്കിയില്ലേ? You know, when we sang this beautiful song, our hearts were in our mouth and we were lifting our hands and we were going crazy for Jesus. അതെ, നമ്മൾ ഇന്ന് പാട്ടുകൾ പാടിയപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എത്രയോ ആഴത്തിലാണ് ഇവിടെ പ്രകടമാക്കിയത്. A glimpse of that passion is revealed to your colleagues and friends and your neighbors. അതിന്റെ ഒരു ഭാഗമെങ്കിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ പങ്കുവെച്ചിട്ടുണ്ടോ? The classmates that we have, we study, we play, we do workout. Do they even have an idea that you are a Jesus follower? നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ, പഠിക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ അവർക്കറിയുവാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ആളാണെന്ന്? I served as a pastor here in the city of Toronto for 4 years. ഞാൻ ഈ ടൊറന്റോയിൽ ഒരു പാസ്റ്ററായിട്ട് 4 വർഷം ശുശ്രൂഷിച്ചതാണ്. I am ashamed to tell you, ഞാൻ നിങ്ങളോട് ലജ്ജിച്ച് പറയട്ടെ, not even once I invited my African neighbor, my Gujarati neighbor and my Punjabi neighbor to our house to have a personal chat. അതെ, ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഒരു ഗുജറാത്തിൽ നിന്ന്, ആഫ്രിക്കയിൽ നിന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു സ്നേഹിതനെ, ഒരാളെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഞാനൊരു ചായ കൊടുത്തിട്ടില്ല. They were my neighbors. അവരെൻ്റെ അയൽവാസികളാണ്. Because I am so busy ministering to people in the church. അതെ, സഭയിലുള്ള ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ തിരക്കുള്ളവനായിരുന്നു. That's my vocational ministry. അതായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന തൊഴിലായിട്ടുള്ള ശുശ്രൂഷ. But no matter whether you're a pastor or a disciple, all of us are called to make disciples, to share the love of Jesus to others. നിങ്ങൾ പാസ്റ്റർ ആകണമെന്നില്ല, വിശ്വാസികളാകട്ടെ, ആരുമാകട്ടെ, നമുക്കൊരു വിളിയുണ്ട്. കർത്താവിന്റെ സ്നേഹം നമ്മുടെ അയൽവാസികളുമായിട്ട്, ആളുകളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത്. Some of us listening to me are like, I get it, pastor, I know it's important, but I'm a busy person.
ചിലർ പറയും, കർത്താവ് ദേവദാസനെ എനിക്കറിയാം, കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ എൻ്റെ തിരക്കുകൊണ്ട് എനിക്കൊന്നും നടക്കുന്നില്ല. I find it hard. എനിക്കത് പ്രയാസമുള്ളതായി തോന്നുന്നു. I am not eloquent. My English is not good. എൻ്റെ ഇംഗ്ലീഷ് ഭാഷ അത്ര വളരെ വശീകരിക്കുന്ന ഭാഷയൊന്നുമല്ല. I don't know how to share gospel from the Bible. വേദപുസ്തകത്തിൽ നിന്ന് സുവിശേഷം പങ്കുവെക്കുന്നത് എനിക്കറിയുകയില്ല. And some of us are like, yo, I can't leave Canada and go to other parts of the world. മറ്റ് ലോകത്തിലെ ഭാഗങ്ങളിലേക്ക് എനിക്ക് പോകുവാൻ കഴിയില്ല കാനഡ വിട്ടിട്ട്. Oh, I have so many responsibilities. എനിക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. Or maybe some of you had this passion, but over the years it has just disseminated. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആവേശവും ദാഹമുണ്ടായിരുന്നു, പക്ഷെ വർഷങ്ങൾ പണ്ട് കഴിഞ്ഞു പോയപ്പോൾ അതൊക്കെ കെട്ടടങ്ങിപ്പോയി. And today you are just lukewarm, cold and going by the motion. എന്നാൽ ഇന്ന് ഒരു ശീതോഷ്ണവാനായി എന്നുള്ള അവസ്ഥയിലേക്ക് ഈ ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. So the big question that we are going to ask this morning, ഈ രാവിലെ സമയം നാം ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം, what enables us to fulfill the Great Commission in and through our lives? നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹാദൗത്യം പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി എന്താണ് നമ്മെ ശക്തമാക്കുന്നത്? That's what I want to know. എനിക്ക് അതാണ് അറിയേണ്ടത്. That's what you want to know. അതാണ് നിങ്ങൾ അറിയേണ്ടത്. And some of you are thinking, Pastor, I like your passion, I like what you're saying, but how can we do it? പാസ്റ്ററെ ആവേശം എനിക്കറിയാം, ദാഹം എനിക്കറിയാം, പക്ഷെ എങ്ങനെ ഇത് ചെയ്യുവാൻ കഴിയും? Matthew chapter 28 verses 18 through 20. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. Very familiar passage. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങൾ. In verse 19, Jesus commands, therefore go and make disciples of all nations. 19-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ കടന്നുപോയി സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. The emphasis of that Great Commission passage is to make disciples. ആ മഹാദൗത്യത്തിന്റെ വാക്യത്തിനകത്ത് ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടുന്ന വാക്ക് എന്നുള്ളത് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. More than going and baptizing and teaching, the emphasis is on making disciples. പോകുക, പഠിപ്പിക്കുക, സ്നാനം കഴിപ്പിക്കുക എന്ന വാക്കുകളെക്കാൾ എല്ലാം ഊന്നൽ കൊടുക്കേണ്ട വാക്ക് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. Going, obeying, baptizing, teaching is how we make disciples. അതെ, നാം പോകുക, പഠിപ്പിക്കുക, സ്നാനം കഴിപ്പിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. This is the last statement of Jesus before he ascended into heaven. സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് യേശു പറഞ്ഞിരിക്കുന്ന അവസാനത്തെ വാക്കുകളാണിത്. Direct marching order to each one of us. നമുക്കെല്ലാവർക്കും നേരിട്ട് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൗത്യമാണിത്. We are called to be his hands, his feet, his voice. ദൈവത്തിന്റെ കാലുകളാകുവാൻ, കൈകളാകുവാൻ, ശബ്ദമാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു. And these disciples took the command so seriously that they went around preaching, and in Acts we read that they turned the world upside down. യേശു കൊടുത്ത ഈ മഹാദൗത്യത്തിന്റെ നിർവഹണം ഇവരെല്ലാവരും ശിഷ്യന്മാരെല്ലാവരും വളരെ ഗൗരവമായിട്ട് എടുത്തു എന്ന് മാത്രമല്ല, ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവര് പല രാജ്യങ്ങളിലേക്ക് പോയി. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുന്ന അവര് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു. I believe the Spirit of the Lord is speaking to us very personally this morning. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Equipping us, preparing us to be a blessing to the nations in Canada and around the world. ഈ കാനഡയിലും ലോകത്തിലെ എല്ലായിടത്തുമുള്ള ആളുകൾക്ക് വേണ്ടി നാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി 3 things. 3 കാര്യങ്ങൾ we can see in this passage that will enable us to fulfill the Great Commission. അതെ, നമുക്ക് ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നു. First, we must be convinced of the full authority of Jesus. ഒന്നാമതായിട്ട് യേശു കർത്താവിന്റെ അധികാരത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. We see that then Jesus came and said to them, all authority in heaven and on earth has been given to me. അവരുടെ അടുക്കലേക്ക് യേശു വന്നിട്ട് പറയുകയാണ്, സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ സകല അധികാരം എനിക്ക് നൽകിയിരിക്കുന്നു. Who gave this authority to him? ആരാണ് ഈ അധികാരം കൊടുത്തത്? God the Father gave to Jesus on the basis of his victorious resurrection from the death. അതെ, മരണത്തിൽ നിന്ന് വിജയകരമായി പുനരുത്ഥാനം ചെയ്തതുകൊണ്ട് പിതാവായ ദൈവം യേശുവിന് നൽകിയിരിക്കുന്ന അധികാരമാണിത്. Jesus' claim here is unlimited and supreme. അതെ, ഒരിക്കലും പരിധിയില്ലാത്ത അധികാരമായിട്ടാണ് ഇവിടെ യേശു പറയുന്നത്. It means he has all power, all authority. എല്ലാ അധികാരങ്ങളും യേശുവിനുണ്ട്. Nobody can stop him or slow him down. ആർക്കും അവനെ തടയുവാൻ കഴിയാത്ത വിധത്തിലുള്ള അധികാരമാണ് യേശുവിന്. And in Ephesians we read,
far above all rule and authority and power and dominion, and above every name that is named, not only in this age but also in the age to come. Jesus is given all authority. അതേ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുന്നു. അവന് സകല അധികാരം, വാഴ്ചകളുടെ മേലും അധികാരങ്ങൾ, സകല അധികാരവും കർത്താവിന് കൊടുത്തിരിക്കുന്നു. And one of my favorite passages in the Bible is Colossians chapter 2 verse 15. അതേ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്യങ്ങളൊന്ന്. Having disarmed the powers and authorities, he made a public spectacle of them, triumphing them over by the cross. അതേ ക്രൂശിന്മേൽ സകല പൈശാചിക ശക്തികളെയും പരസ്യമായ കാഴ്ചയാക്കി അവരുടെ മേലുള്ള ആയുധവർക്കം പിടിച്ചു വെച്ച ജയോത്സവം കൊണ്ടാടി. So Jesus has all authority. യേശുവിന് സകല അധികാരവും. So what? അതുകൊണ്ടെന്താ? That means he is in charge. എന്തുകൊണ്ടെന്നാ സകലത്തിന്റെ നിയന്ത്രണം അവനിലാണ്. When we know that Jesus is in charge, is that a news flash to some of us? അത് യേശു കർത്താവാണ് സകലത്തിന്റെ നിയന്ത്രണം എന്ന് പറയുമ്പോൾ നമുക്കൊരു പുതിയ വാർത്തയാണോ? Many years ago, when you gave your heart to Jesus, when you responded to his love, you said, Jesus, from today onwards, you are the Lord of my life. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ നിങ്ങൾ അറിയാതെ അറിഞ്ഞോ, അവിടെ നിങ്ങളൊരു വാചകം കർത്താവിനോട് പറഞ്ഞു, ഇന്നു മുതൽ കർത്താവ് യേശുവേ അങ്ങാണ് എന്റെ ജീവിതത്തിന്റെ നായകത്വം. From that day onwards, your life is not your life. ആ സമയം മുതൽ നിങ്ങളുടെ ജീവൻ നിങ്ങളുടേതല്ല. Your car is not your car. നിങ്ങളുടെ കാർ നിങ്ങളുടേതല്ല. Your money is not your money. നിങ്ങളുടെ പണം നിങ്ങളുടേതല്ല. Whatever resources you have is not yours. എല്ലാ ഉറവിടങ്ങൾ നിങ്ങൾക്കുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങളുടെ സ്വന്തമല്ല. It is given to us to manage. He is in full authority. ആ യേശുവാണ് സകലത്തിനും അധികാരം നിങ്ങൾക്കത് കൈകാര്യം ചെയ്യുവാൻ തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. Somebody said, if one gives himself to the Lord first, all other giving is easy. ഒരു ആൾ ഇപ്രകാരം പറഞ്ഞിട്ട്, ആദ്യമായി ദൈവത്തിന് വേണ്ടി കൊടുത്താൽ ബാക്കി കൊടുക്കുന്നൊക്കെ നമുക്ക് എളുപ്പമായിരിക്കുമെന്ന്. Our time is not our time, it is his purpose. നമ്മുടെ സമയം നമ്മുടേതല്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. Seek ye first his kingdom and everything else will be added unto you. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നൽകും. Have you put all that you are and all that you have under the authority of Jesus? നിങ്ങൾ ആരായിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് എന്താ ഉണ്ട് എന്നുള്ളതുമല്ല യേശു കർത്താവിന്റെ അധികാരത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? God only blesses and always blesses what we put under his authority. നമ്മെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങനെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ. നമ്മുടെ എല്ലാ വസ്തുവകളും നമ്മെ തന്നെ ദൈവിക അധികാരത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ മാത്രം. Do you have a desire to fulfill the Great Commission? ആ വലിയ ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? That is Christ's command to us. അതാണ് കർത്താവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. We need to come under his authority. അതെ, യേശു കർത്താവിന്റെ അധികാരത്തിലേക്ക് നമ്മൾ വരണം. And here is the fun thing. When you come under his authority leaks, bleeds into our lives. അതെ, നാം അധികാരത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ അധികാരം നമ്മളിലേക്ക് ഒഴുകി വരികയാണ്, പകരുകയാണ്. Luke chapter 10 verse 19, Jesus makes it very clear. I have given you authority to trample on snakes and scorpions, to overcome all the powers of the enemy. Nothing will harm you. ലൂക്കോസ് 10:19 ഇപ്രകാരം വായിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇവ ഒന്നും നിങ്ങൾക്ക് ഹാനി വരുത്തുകയില്ല. This is not reserved for some special people. ഇത് പ്രത്യേകമായ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതല്ല. This is the authority that Jesus has given to his disciples, that is you and I. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ അധികാരമാണിത്. When your colleagues comes and shares some issues in their family or life or sickness, release God's authority and power upon their lives. നിങ്ങളുടെ കൂട്ടുപ്രവർത്തകരോ നിങ്ങളുടെ ജോലിക്കാരോ ആരെങ്കിലും ആകട്ടെ, അവിടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങളുടെ അധികാരത്താൽ അവരെ ശുശ്രൂഷിക്കണം. The authority of Jesus will enable us. Number 2, in verse 19 we read, be committed to follow the mission of Jesus. രണ്ടാമതായിട്ട് അവിടെ വായിക്കുന്നത്, യേശു കർത്താവിന്റെ പ്രേക്ഷിത വൃത്തി നിവർത്തിക്കേണ്ടതിന് വേണ്ടി നാം അവനെ അനുഗമിക്കണം. We read there, make disciples of all nations. That was the heart of Jesus. യേശു കർത്താവിന്റെ ഹൃദയമാണ് അവിടെ കാണുന്നത്. അവിടെ വായിക്കുന്നത് എല്ലാ ജാതികളിൽ നിന്നും ശിഷ്യന്മാരെ ഉണ്ടാക്കുക. And nations simply doesn't mean geographical countries.
ഭൂമിശാസ്ത്രപരമായ രാജ്യങ്ങളല്ല ഇവിടെ ജാതികൾ എന്ന് പറയുന്നത് ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. He's not talking about the 195 countries in the world. ലോകത്തിലുള്ള 195 രാജ്യങ്ങളെ കുറിച്ചല്ല യേശു പറയുന്നത്. He's talking about people groups. ഇവിടെ യേശു പറയുന്നത് ജനവിഭാഗങ്ങളാണ്. We are Malayalis and there is Jats and Punjabis and Gujaratis in one country, India. അത് നമ്മള് മലയാളീസ് ആണ്. പക്ഷെ ഒരു രാജ്യത്തിന് ഗുജറാത്തി ഉണ്ട്, പഞ്ചാബികളുണ്ട്, മറ്റ് വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. There are 4,635 unique people groups in our great country, India. 4365 വ്യത്യസ്തമായ ജാതി ഗ്രൂപ്പുകള് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലുണ്ട്. And did you know that there are 17,286 unique people groups in the world? അത് 1,70,000 പരം ആ വ്യത്യസ്തമായ ജാതി വിഭാഗങ്ങൾ ലോകത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. Love people without agendas. അത് യാതൊരു കാര്യപരിപാടികളും ഇല്ലാതെ ജനത്തെ സ്നേഹിക്കുക. Give them a glimpse of your mad, crazy love for Jesus. യേശു കർത്താവിനോടുള്ള നിങ്ങളുടെ അമിതമായ സ്നേഹത്തിന്റെ ഒരു ഭാഗം അവരുമായിട്ട് പങ്കുവെക്കുക. That will transform people. അത് ജനത്തെ രൂപാന്തരപ്പെടുത്തും. God's heart is for all nations. ദൈവത്തിന്റെ ഹൃദയം എല്ലാ ജാതികൾക്കും വേണ്ടിയുള്ളതാണ്. Not just Malayalis. മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിന്റെ ഹൃദയം. Can you even think for a moment why God brought you to Toronto? ടൊറന്റോയിലേക്ക് എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു കാര്യം ഒരു മിനിറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? The largest multicultural city in the world. ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ വ്യത്യസ്തരായ ആളുകൾ താമസിക്കുന്ന നഗരമാണിത്. 230 nationalities are here in Canada, their new home. 230 വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. We are not in Tiruvalla or Kottayam or Kodukulanji anymore. കോടുകുളഞ്ഞ കോട്ടയത്ത് പുല്ലാടൊന്നും അല്ല നാം. We are not going back also. നമ്മൾ അങ്ങോട്ട് പോകുന്നുമില്ല. Yeah, you might go for vacation, നിങ്ങൾ വെക്കേഷൻ വെക്കാൻ പോയെങ്കിരിക്കും. but this is your new home. ഇതാണ് നിങ്ങളുടെ വീട്. And it is with God's purpose. അത് ദൈവത്തിന്റെ പദ്ധതിയുമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. When you boarded the plane, you know how Jesus was seeing? നിങ്ങൾ പ്ലെയിൻ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ യേശു കർത്താവ് എങ്ങനെയാ നിങ്ങളെ കണ്ടെന്നറിയാമോ? Yes, my friend Tijo is going to Toronto. ഓ ടിജോ എന്റെ സ്നേഹിതൻ ടൊറന്റോയിലേക്ക് പോകുന്നു. My friend Jomon from Sharjah is going to Toronto. ജോമോൻ ഷാർജയിൽ ടൊറന്റോയിലേക്ക് പോകുന്നു. He will definitely share about Jesus to people. ഉറപ്പായിട്ടും അവർ യേശുക്കറിയനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. And I have somebody coming from China. I'm sure he will definitely share. ചൈനയിൽ നിന്ന് ഒരാൾ എനിക്ക് വേണ്ടി വരുന്ന എന്റെ ഒരു മകൻ വരുന്നുണ്ട്, തീർച്ചയായിട്ടും എന്നെ കുറിച്ച് പറയും. 2 years passed, 3 years passed, 10 years passed. 2 വർഷമായി, 5 വർഷമായി, 10 വർഷം കഴിഞ്ഞു. We still love kappa and mingari and chor, and we have wonderful fellowship. അതെ, നമ്മളിപ്പോഴും അവിയലും സാമ്പാറും കപ്പയും ചോറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. We can do way better. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. Except both of us, I believe, all of you are in the marketplace. ഞങ്ങൾ ഒഴിച്ച് നിങ്ങൾ എല്ലാവരും മറ്റു ആളുകളുമായിട്ട് സന്ധിക്കുന്നവരാണ്. Majority of your time you spend in the world, out there in the marketplace with people who do not know Jesus. യേശു കർത്താവുമായിട്ട് ഒരു പ്രാവശ്യം കൂടി കേട്ടില്ല ആളുകളുമായിട്ടാണ് നിങ്ങളുടെ കൂടുതൽ സമയം നിങ്ങൾ ചിലവഴിക്കുന്നത്. Oh, I pray that you would love them genuinely. അവരെ വാസ്തവമായി സ്നേഹിക്കുവാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. May people see Jesus through you. നിങ്ങളിലൂടെ യേശു കർത്താവിനെ അവർ കാണട്ടെ. Don't talk about your limitation with English. അത് ഇംഗ്ലീഷിന്റെ പരിധി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ പറയരുത്. Majority of you passed IELTS with 9 score to come to Canada. നിങ്ങൾ കാനഡയിലേക്ക് വരാൻ IELTS പാസ്സായവരാണ് ഇവിടെ എല്ലാവരും ആളുകൾ. The education, the intellect, the skills, the training you have is unbelievable. നിങ്ങൾക്കുള്ളതായ കഴിവ്, പഠനം, കഴിവ്, പ്രാപ്തിയൊക്കെ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്തതാണ്. When I was in the Malayali community, I had no clue about this. എനിക്ക് മലയാളികളുടെ പ്രവൃത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. These majority people that I work there, they have graduation, they live in some remote rural village of Canada and going to the uttermost parts of the world. അതെ, ഞാൻ ഇവിടെ വന്നപ്പോൾ വലിയ ഗ്രാജുവേറ്റ്സ് ഉള്ള വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ അത് വിട്ടിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. The resource, the money, the influence we have is way greater than many people groups of the world. ഈ ലോകത്തിലുള്ള പല ജാതി വിഭാഗത്തിലുള്ള ആളുകളിൽ നിന്ന് മെച്ചമായ വിദ്യാഭ്യാസവും ഉറവിടങ്ങളും സൗകര്യങ്ങളും നമുക്കുണ്ട്. 3 things that will enable us. 3 കാര്യങ്ങൾ നമ്മളെ പ്രാപ്തരാക്കണം. Number 1, the authority of Jesus. ഒന്നാമത് യേശു കർത്താവിന്റെ അധികാരം. Number 2, the heart of Jesus for all nations. എല്ലാ ജാതികൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ യേശുവിന്റെ ഹൃദയം. And thirdly,
മൂന്നാമതായി, we must be comforted by the faithful promise of Jesus. യേശു കർത്താവിന്റെ വിശ്വസ്തമായ വാഗ്ദത്തങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നതായിരിക്കണം. Oh, what a comforting, what an empowering verse is verse 20. ആ 20-ാം വാക്യം എത്രയോ ആനന്ദകരമായ പ്രചോദനം നൽകുന്ന വാക്യമാണ്. Jesus is telling the disciples, യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, and surely I am with you. ഉറപ്പായി ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. I am with you to the very end of age. അതേ, ലോക അവസാനം വരെ നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. He would never entrust any responsibility with us without empowering us. അതേ, നമുക്ക് ശക്തി പകരാതെ ഒരു ഉത്തരവാദിത്തം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. When we first came to Canada to Pastor KCA, KCAയിലേക്ക് ശുശ്രൂഷകനായിട്ട് ഞാൻ ആദ്യം വരുമ്പോൾ Jacob uncle and others picked me up from the airport, put us in an apartment. ബാക്കിയുള്ള ആളുകൾ എന്നെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ആക്കി. The church was having a fasting and prayer. സഭ ഒരു ഉപവാസപ്രാർത്ഥന ആ സമയത്തായിരുന്നു. We would go in the morning and evening and somebody will pick us and drop. We still haven't started driving. ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ഇല്ല, 4 ദിവസം ആകുന്നതേ ഉള്ളൂ. ഞങ്ങളെ ആരെങ്കിലും സഭയിലേക്ക് കൊണ്ടുപോരും, തിരിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരും. The same place where Tijo and I lived, same apartment. ആ സെയിം അപ്പാർട്ട്മെന്റിലാണ് ടിജോ കുടുംബം ഉണ്ടായിരുന്നത്. One Tuesday we come after the fasting and prayer and I see my apartment door open. ഞാൻ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്റെ അപ്പാർട്ട്മെന്റ് തുറന്നിരിക്കുന്നു. We have not even opened our boxes. ഞങ്ങൾ ബോക്സ് പോലും, ഞങ്ങളുടെ പെട്ടികൾ പോലും തുറന്നിട്ടില്ല. Everything is empty. എല്ലാം ശൂന്യമായിരിക്കുന്നു. Someone broke in, stole everything. ഞങ്ങൾ കൊണ്ടുവന്ന സകല സാധനങ്ങളും ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. Laptop, hard disk, license, money, camera, hard disk, files, everything. ഞങ്ങൾ കൊണ്ടുവന്ന ഞങ്ങളുടെ ക്യാമറ, ഞങ്ങളുടെ കമ്പ്യൂട്ടർ, ഞങ്ങൾ അവിടെ നിന്നുള്ള ഞങ്ങളുടെ പണം, ഞങ്ങളുടെ സകല ഡോക്യുമെന്റ്സ്, ലൈസൻസ് എല്ലാം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. I felt paralyzed. ഞാൻ എൻ്റെ ഹൃദയം തളർന്നതുപോലെ ആയി തീർന്നു. I had no idea what to do. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. Everything white, clean except our clothes. ഞങ്ങളുടെ തുണി ഒഴികെ ബാക്കി എല്ലാം അവരെടുത്തോണ്ട് പോയിരിക്കുന്നു. And I asked God. ഞാൻ ദൈവത്തോട് ചോദിച്ചു, I thought it was your idea to bring us to Canada. ഞങ്ങളെ കാനഡയിലേക്ക് കൊണ്ടുവന്നത് അങ്ങാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. For your work. അങ്ങയുടെ പ്രവൃത്തിക്ക് For വേണ്ടി, your mission. അങ്ങയുടെ ദൗത്യത്തിന് വേണ്ടി. What on earth is this? ഇതെന്താണ് സംഭവിച്ചത്? How could you allow this to happen? ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം എന്താണ്? നീ അങ്ങ് അനുവദിച്ചുവോ? It was painful. It was difficult. ഞങ്ങൾക്ക് പ്രയാസമായിരിക്കുന്നു, വേദനാജനകമായിരിക്കുന്നു. Brothers and sisters in the church walked with us in that difficult time. ആ സമയത്ത് സഭയിലെ വിശ്വാസികൾ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. But it was this promise. എന്നാൽ ഈ വാഗ്ദത്തമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. And surely I am with you to the very end of age. ഞങ്ങൾ കൊണ്ടുവന്ന സകല വസ്തുക്കളും ഞങ്ങളിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ഈ വചനം ഞങ്ങൾക്ക് ഉത്തേജനം പകർന്നു. And what a reminder that I don't own anything. അത് എനിക്കൊന്നും വേണ്ട എന്നുള്ളത് എന്നെ ഓർപ്പിക്കുകയുണ്ടായി. Everything that I have is yours. എനിക്കുണ്ടായിരുന്നത് എല്ലാം അങ്ങയുടേതാണ്. Definitely God was faithful. He restored everything to us. We don't lack anything. എന്നാൽ ഇന്ന് ഞങ്ങൾക്കൊന്നും അഭാവമായിട്ടില്ല. ദൈവമെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. But that I am with you. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. Isn't it interesting that it is not I will be with you, but I am with you. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഇപ്പോഴുണ്ട്. The same I am God who promised Moses, I am that I am is with you. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞവനെ ഉറപ്പിച്ചവനായ അതേ ദൈവം തന്നെയാണ് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. It is the divine name of God, the I am, the resurrection and life. ദൈവിക നാമമാണ്. ആ നാമം പറഞ്ഞാണ് പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. I am the door, I am the vine, I am the good shepherd. The same I am God is telling each one of us that I will be with you in your school, in your university, in your workplace, wherever you are for your mission. I am with you. നല്ല ഇടയനാകുന്ന ഞാനാ, നല്ല വെളിച്ചമാകുന്ന ഞാനാ, നല്ല അപ്പമാകുന്ന ഞാനാ, നിന്നോട് കൂടെ നിന്റെ ജീവിതത്തിലെ സകല മേഖലകളിലും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. Jesus is not physically with the disciples. ഈ സമയത്ത് യേശു കർത്താവ് വ്യക്തിപരമായിട്ട് ശിഷ്യന്മാരുടെ കൂടെ ഇല്ല, ശാരീരികമായിട്ടില്ല. When Jesus said I am with you, he's saying my counselor, my Holy Spirit is going to be with you. അതെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ യേശു പറയുന്നത് എൻ്റെ കൗൺസിലർ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. And he's going to empower you so that you will be my witnesses in Jerusalem, Judea and to the uttermost parts of the world. അത് ശമരിയിലും യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ എല്ലാ ഭാഗത്തും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. And this is super interesting when Jesus says I am with you always. നിങ്ങളോട് കൂടെ ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും.
It's interesting to read in English, but it's super interesting to read in the original language. ഇത് ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭാഷ ഗ്രീക്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. Oh, this excited me so much. That's why I'm sharing, not to teach Greek. Ego eimi is the word for I am. എഗോ എയ്മി എന്ന യവനായ വാക്കാണ് ഞാനാകുന്നു എന്നതിൻ്റെ യവനായ പദം. And metahumon is the word with you. മെറ്റാഹുമോൻ എന്ന് പറയുന്നതാണ് നിന്നോ കൂടെ. So it is supposed to be written, ego eimi metahumon, I am with you. എഗോ മെറ്റാഹുമോൻ എയ്മി എന്നായിരിക്കണം എഴുതേണ്ടത്. But how it is written in Greek is that metahumon, that is with you, is inserted in the I am name of God. അയാം എന്നുള്ള ദൈവത്തിന്റെ നാമത്തിന് ഇടയ്ക്ക് വിത്ത് യു എന്നുള്ളതായ വാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. You know how I see that? അതെങ്ങനെയാണ് ഞാൻ കാണുന്നത് അറിയാമോ? We are actually surrounded, held tight in the I am life of God. അയാം എന്ന് പറയുന്ന ദൈവത്തിന്റെ ജീവൻ കൊണ്ട് നമ്മെ ചുറ്റിയിരിക്കുകയാണ്. We are in his hands. നാം ആ ദൈവത്തിന്റെ കരങ്ങളിലാണ്. Nothing can take us out of his hands. ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ വഴുതി പിടിച്ചു മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. What more do we need to fulfill his mission? അത് ദൈവത്തിന്റെ പ്രേക്ഷിത വൃത്തി നിവർത്തിയാകേണ്ടതിന് ഇതിൽ കൂടുതൽ എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്? You and I have his anointing, his presence, his tangible strength in our lives. അത് ദൈവിക സാന്നിധ്യം അനുഭവേദ്യമാകത്തക്ക വിധത്തിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. Brothers and sisters, don't withhold anything. അതെ, ഒന്നുകൊണ്ടും നിങ്ങൾ മാറിപ്പോകരുത്. Go all in. അത് എല്ലായിടത്തേക്കും നിങ്ങൾ പോകുക. On mission. അത് ദൗത്യത്തിന് വേണ്ടി. 3 things from this passage. ഈ വേദഭാഗത്ത് 3 കാര്യങ്ങൾ. His authority is available to us. അതെ, നമുക്ക് ദൈവത്തിന്റെ അധികാരമുണ്ട്. We have his heart for all nations. അതെ, ദൈവത്തിന്റെ ഹൃദയം എല്ലായിടത്തേക്കും ഉള്ളതാണ്. And Jesus promised to be with us to the very end of age. ലോകത്തിന്റെ അവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. Can you go reckless abandon? Go all out, full send? അതെ, അതുകൊണ്ട് ഈ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുക. Can you hit the accelerator to the maximum? അതെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം കൂടുതലായി ഉപയോഗിക്കുക. I'll close this with story. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. My friend with whom I worked for 3 years. 3 വർഷം എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി, എൻ്റെ സുഹൃത്ത്, single lady, ഒരു സഹോദരി, not married, വിവാഹിതയല്ല, 65 years old, 65 വയസ്സ്, served in Guinea for 30 plus years. ഗിനി എന്ന് പറയുന്ന സ്ഥലത്ത് 30ലധികം വർഷം പ്രവർത്തിച്ചു. Comes from a remote village in Grand Prairie, upper part of Alberta. ആൽബർട്ടയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് ആ സ്ഥലത്ത് നിന്നാണ് വന്നത്. Fell in love with Jesus. She was mad for him and she said, I want to take him to Africa, and she served in Guinea for 30 years. അങ്ങനെ യേശു കർത്താവിന്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടു ആഫ്രിക്കയിലേക്ക് പോയി ഗിനി എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 30 പരം വർഷങ്ങൾ സേവിച്ചു. And she came back to Canada after completing the mission. ആ പ്രേക്ഷിത വൃത്തി കഴിഞ്ഞതിന് ശേഷമായിട്ട് കാനഡയിൽ തിരിച്ചു വന്നു. She did not know what the next chapter holds for her. മറ്റ് ഇനി മുന്നോട്ടുള്ള പ്രവൃത്തി എങ്ങനെയാണെന്ന് അറിയുകയില്ല. After a few months, she comes to know that she has cancer. ചില മാസങ്ങൾക്ക് ശേഷമായിട്ട് അറിയുകയുണ്ടായി അവൾക്ക് ക്യാൻസർ ആണ്. It was an aggressive form of cancer and it broke all our hearts. അത് ഏറ്റവും ഉയർന്ന തലത്തിലേക്കായി ഞങ്ങളെല്ലാം വേദനിച്ചു. But she was not. എന്നാൽ ആ സഹോദരി വേദനിച്ചില്ല. She was convinced that my mission on earth is over. അവൾ പറഞ്ഞു, ഈ ലോകത്തിലെ എൻ്റെ ദൗത്യം അവസാനിച്ചിരിക്കുന്നു. And I went for her funeral. ഞാൻ ആ ഫ്യൂണറലിന് പോയി. And I was shocked. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. I've never seen any funeral in that level. ആ ലെവൽ ഒരു ഫ്യൂണറൽ ഞാൻ കണ്ടിട്ടില്ല. As I go to the casket and I look at her, ഞാൻ മൃതശരീരത്തിന്റെ അടുക്കലേക്ക് പോയപ്പോൾ ഞാൻ കണ്ടു, she was wearing a wedding gown. ഒരു വെഡിങ് ഗൗൺ ആണ് ധരിച്ചിരിക്കുന്നത്. In the casket. അതെ, ശവപ്പെട്ടിക്കകത്ത് വെഡിങ് ഗൗൺ ധരിച്ചിരിക്കുന്നു. And her funeral service was meticulously planned by her many weeks ago. അതെ, അവളുടെ ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്ന് മരിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. And she instructed her pastors to preach on the bride of Christ to be ready when Jesus come as the bride. യേശു കർത്താവ് മണവാളനായിട്ട് വരുമ്പോൾ മണവാട്ടിയായി ഒരുങ്ങണമെന്നുള്ള ആ വിഷയം എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ പ്രസംഗിക്കണമെന്ന് പാസ്റ്ററോട് പറഞ്ഞു. On the earth she never married. അവൾ ലോകത്തിൽ വിവാഹിതയല്ല. But she knew there is a bridegroom coming, and she even wore a wedding dress to receive him. ഒരു മണവാളൻ തനിക്ക് വേണ്ടി വരുമെന്നും ആ മണവാളനെ സ്വീകരിക്കുവാൻ ഒരു വിവാഹ വസ്ത്രം ധരിച്ചാണ് അവൾ പോയിരിക്കുന്നത്. Oh, Jesus is going to come one of these days. That's our
desire, that's our expectation. അവർക്കറിയാമായിരുന്നു യേശു കടന്നു വരുമെന്നുള്ളത് അവിടെ പ്രത്യാശയായിരുന്നു. But before he comes, don't we want to have some of our friends and colleagues and classmates to know the love of Jesus? അതേ യേശു വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ, ജോലി ചെയ്യുന്ന ആളുകൾ യേശുവിനെ അറിയണോ? Let every eye be closed. എല്ലാ കണ്ണുകളും അടയട്ടെ. Take a moment to look into our hearts. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാട്ടെ. Would you pray, Holy Spirit, fall afresh on me? കർത്താവേ, എനിക്കൊരു പുത്തൻ അഭിഷേകം നൽകണമെന്ന് കർത്താവിനോട് പറയാമോ? I cannot do this in my strength. എന്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. I know this is your command on my life. കർത്താവേ, എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ജീവിതത്തിലേക്കുള്ള അങ്ങയുടെ കൽപ്പനയാണെന്ന് ഞാൻ കരുതുന്നു. You saved me. You have done miracles after miracles and breakthroughs after breakthroughs. കർത്താവേ, എന്നെ രക്ഷിച്ചു. എനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്തു തന്നു. Please help me to touch the nations. കർത്താവേ, ജാതികളെ തൊടുവാൻ എന്നെ സഹായിക്കണമേ. My neighbors, my friends. എന്റെ സുഹൃത്തുക്കളെ തൊടുവാൻ Help me, Jesus. യേശുവേ, എന്നെ സഹായിക്കണമേ. If you are the one making that decision in your heart, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ say yes to Jesus in a private, personal way. ഒരു വ്യക്തിപരമായ തീരുമാനത്തിലേക്ക് നിങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, we don't know how the baby steps are going to be. How it's going to be in the coming days, we don't know. You may not have the full picture. എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അറിയില്ല, അതിന്റെ പൂർണ്ണമായ ചിത്രം നമുക്കില്ല. But that's okay. എന്നാൽ അത് ശരിയാണ്. The Lord will lead you. കർത്താവ് നിങ്ങളെ നയിക്കും. He will empower you. നിങ്ങൾക്ക് ശക്തി നൽകും. And as I'm praying, would you receive that strength from Him? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തി നിങ്ങളുടെ മേൽ കർത്താവ് നൽകട്ടെ. Father, I pray and bless your people. I pray that your anointing strength be upon them. കർത്താവേ, അങ്ങയുടെ അഭിഷേകം ഈ ജനത്തിന്മേലുള്ളതിനായി സ്തോത്രം. Thank you for quickening our hearts. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് ഇടപെടുന്നതിനായി I സ്തോത്രം. bless Shalom Church in the name of the Father, Son and the Holy Spirit. പിതാവുത്ത പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിച്ചു. You have brought your servant and Amama to lead this church. കർത്താവേ, ഈ സഭയെ നയിക്കുവാനാണ് അങ്ങയുടെ ദാസനെ കൊണ്ടുവന്നല്ലോ. Oh, help us to hold our hands together to leave a dent in this country, in this society. ഈ രാജ്യത്ത് പണിയുവാൻ ഞങ്ങളുടെ സഭയെ ഞങ്ങളെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. Oh, I bless the leadership. I bless the elders. Give them wisdom and grace and strength of the Holy Spirit. കർത്താവിയുടെ നായകത്വത്തിനായി, നായകന്മാർക്കായി, മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്കായി സ്തോത്രം. അവർക്കെല്ലാം അങ്ങയുടെ ജ്ഞാനം കൊടുക്കണമേ. Oh, raise up young people who would stand up boldly in their generation and the generations to come. കർത്താവേ, വരുന്ന തലമുറയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമേ. Oh, we love you, Jesus. We love you. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നു. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ തന്നെ.